ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ താത്ത വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ളൊരു വരവ്, അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ മന്തി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾക്ക് വിശദമായിക്കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് ക്യാമറ ഒക്കെ ഒന്ന് കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കാൻ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നാക്കി ടി വിയിലൊക്കെ ഇങ്ങനെ വെച്ചേക്കിതാക്കാം. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ബിരിയാണിയൊക്കെ സെറ്റാക്കി ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വരികയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് തന്നെയുള്ളൊരു മന്തി വെപ്പാണ് കേട്ടത്. അപ്പോൾ അന്ന് നമ്മൾ പ്രിപ്പറേഷൻസൊക്കെ എടുക്കില്ല, ഇപ്രാവശ്യം എത്തിയില്ല അതാ സംഭവം. അപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ വേവിച്ചു ഒക്കെ ചെയ്താണ്. നമ്മൾ റൈസൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ അടിച്ച് വെക്കുകയാണ്. നമ്മൾ മറ്റേ റെഡ് കളറും പിന്നെ മഞ്ഞൾപ്പൊടിൻ്റെ ഇതും മുളകൊക്കെ അങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചിക്കനും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ താത്തക്ക് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. താത്തക്ക് നല്ല അങ്കലായും ഉണ്ടായിരുന്നായിരുന്നു. സേമിയവും ഇതൊക്കെ പാട്ടുകൊണ്ടുള്ളൊരു പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താത്ത വന്നു, നമ്മളിങ്ങനെ മറ്റേ ബിരിയാണിയല്ല മന്തിയൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി. ഇവിടെ പണിക്കാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. കാരണം അടുക്കളേൻ്റെ പണി കുറച്ചും ഉണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, ജനലിൻ്റെ അവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വന്നങ്ങനെ നമ്മൾ അക്ക വിളമ്പിലുണ്ടായിരുന്നു. നമ്മൾ തക്കാളിൻ്റെ ചട്നി പിന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ വീട് ചകഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലെന്ന് വെച്ചാൽ ഞങ്ങളെ വരുമ്പോൾ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ മടക്കി വെക്കുന്ന സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ മറ്റേ എന്താ പറയുക, ഇൻറ്റീരിയലിൻ്റെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, ഷീറ്റ്. അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചെളിയൊന്നും എനിക്ക് അറിഞ്ഞത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറേ കലാവിരുദ്ധങ്ങൾ ഇവിടെ കാണാൻ കഴിയും, കുറേ പെയിൻറ്റ് അങ്ങനെയുള്ള കളേഴ്സൊക്കെ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മറക്കില്ലേ. ബൈ.